ോട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മൂന്ന് മുന്നണികളും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി അല്പസമയം കൂടി, കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നമ്പൂരിശൻ ആൽ എന്നുള്ള പ്രദേശത്താണ്, പറവൂരിലെ. ഇവിടെയാണ് കലാശക്കൊട്ടിനുള്ള ഒരു സ്ഥലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ മുന്നണികളും ഇവിടെ കേന്ദ്രീകരിക്കുകയും ഇവിടെ ആയിരിക്കും അതിന്റെ കലാശക്കൊട്ട് ഉണ്ടാവുകയും ചെയ്യുക. ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് പറവൂർ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മത്സരിക്കുന്നു. ഏകദേശം 1/4 നൂറ്റാണ്ടായി അദ്ദേഹത്തെ കൊണ്ടാടുന്ന ഒരു മണ്ണ് എന്ന് തന്നെ പറയാം. അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് തകൃതിയായി തന്നെ LDF നോക്കുന്നു. അങ്ങനെയാണ് കയ്പമംഗലത്ത് നിന്നും അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള E.T. ടൈസൺ മാസ്റ്ററെ പറവൂരിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 21,000-ൽ സമ്മാനമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഭൂരിപക്ഷം എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ വികസനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒരുപക്ഷെ പുനർജനി പദ്ധതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെല്ലാം തന്നെ വോട്ടായി മാറും എന്നുള്ളതാണ് പ്രതീക്ഷയിലാണ് ഇപ്പോൾ LDF ഉള്ളത്. ഈ സീറ്റിൽ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് വെച്ചുകൊണ്ട് തന്നെ CPI-യിൽ നിന്ന് CPM ഈ പറവൂരിലെ സീറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയിരുന്നു. പക്ഷേ അതിന് CPI വഴങ്ങിയില്ല. പിന്നീടാണ് E.T. ടൈസൺ മാസ്റ്റർ ഇവിടെ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. NDAക്ക് വേണ്ടി വത്സല പ്രസന്നകുമാർ, നമുക്കറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് തന്നെയായിരുന്നു, ഇവിടുത്തെ ചെയർപേഴ്സൺ ആയിരുന്നു പറവൂരിലെ. അവർ ഇപ്പോൾ NDAയുടെ കൂടെയാണ്, അവരാണ് ഇവിടെ മത്സരിക്കുന്നത്. വത്സല പ്രസന്നകുമാർ അപ്പോൾ എത്രത്തോളം ഒരു ചലനം ഉണ്ടാക്കാൻ പറവൂരിൽ സാധിക്കും എന്നുള്ളതും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത്രയും നിർണായകമായ ഒരു സമയത്ത് കൂടി അതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു പ്രചാരണത്തിന്റെ വീറും വാശിയും അത് ഈ കലാശക്കൊട്ടിന്റെ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ, തിരഞ്ഞെടുപ്പിന്റെ ഗാനങ്ങൾ വെച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോവുകയാണ്. ആഷ്മി SKN. ഒപ്പം ഇനി അങ്ങോട്ടേക്ക് ഉള്ള മണിക്കൂറുകൾ അത് ഏറ്റവും ആവേശമാക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ വരുന്നു. ഒപ്പം ഈ റോഡ് ഷോകളൊക്കെ തന്നെ ഒരു കലാശക്കൊട്ടിന് സമാനമാകുന്ന കാഴ്ച എറണാകുളത്തും കണ്ടതാണ്. UDF-നെ സംബന്ധിച്ച് ഈ മധ്യ കേരളം പിടിക്കുക, അങ്ങനെ അതുമാത്രമായിരിക്കും അധികാരത്തിലെത്താൻ ഏറ്റവും പ്രധാനം എന്നുള്ളത് അവർ കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് കഴിഞ്ഞ പ്രാവശ്യം 9 സീറ്റുകളാണെങ്കിൽ ആ 9 എന്നുള്ളത് ഒരു 10-ന്റെ മുകളിലേക്ക് പോകണം എന്നുള്ളതാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇടുക്കിയും കോട്ടയം കൂടി കിട്ടുകയാണെങ്കിൽ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. കാസർകോട്ടിൽ നിന്ന് എറണാകുളം എണ്ണിത്തുടങ്ങുമ്പോഴേക്കും അവിടെ UDF-ന്റെ ഭൂരിപക്ഷം കാണാം എന്നുള്ളതാണ് ഇന്ന് വി.ഡി. സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും പരസ്യ പ്രചാരണം ആ തകൃതിയായി തന്നെ പറവൂരിലും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്.